ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീക്കിലെ അനലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ മാസം ആരംഭിച്ചിട്ട് ഏകദേശം $150 മേൽ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് തന്നെ പ്രൈസ് നിൽക്കുന്നത്. പല ആൾക്കാർ ഇപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, സാർ ഇത് പ്രൈസ് ബിയർഷിലേക്ക് വരുമോ, എവിടെ നിന്നായിരിക്കും പ്രൈസ് ബിയർഷിലേക്ക് വന്നത്? നിങ്ങൾക്ക് എന്തിനാണ് ബിയർഷ്? നിങ്ങൾക്ക് ഇപ്പോൾ വീക്ക് ഡേ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് പൈ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ പ്രോഫിറ്റ് അല്ല. ഇപ്പോൾ ഈ പ്രൈസ് ഇങ്ങനെ ഈ ബുള്ളിഷിൽ ഈ മാസത്തിൻ്റെ ഈ മന്തിൻ്റെ ക്യാൻഡിൽ ഓക്കെ ഇവിടെ എവിടെ നിന്ന് പൈ എടുത്തിട്ട് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഇന്ന് നല്ല പ്രോഫിറ്റിലായി. ഇന്ന് അദ്ദേഹം നല്ലൊരു കാശുണ്ടാക്കിയൊരു വ്യക്തിയായിരിക്കും അല്ലേ. വെറുതെ കണ്ണടച്ച് എവിടെ നിന്ന് എടുത്ത് അത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നല്ല പ്രോഫിറ്റിലായി. അതേ സമയത്ത് ഇവിടെ നിന്നൊക്കെ ഈ ഓരോ മന്തിൻ്റെ ബിയറിഷ് ക്യാൻഡിൽ കാണുന്ന ഇവിടെ നിന്നൊക്കെ ഒരുപാട് പേര് സെല്ലെടുത്തല്ലേ, ഈ ഷാഡോയൊക്കെ ക്യാൻഡിലിൻ്റെ ഈ ഷാഡോയെ കാണുന്ന ഒരുപാട് പേര് ഇവിടെ നിന്നൊക്കെ സെല്ലെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇവരൊക്കെ ഇപ്പം എന്തായിട്ടുണ്ടാവും? ഇവരൊക്കെ ട്രെൻഡിന് ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ഈ ട്രെൻഡിന് ഓപ്പോസിറ്റ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് പറ്റും? ലോസ് ഉണ്ടാവും. അവരുടെ കാഴ്ചപ്പാട്, അവരുടെ അനാലിസിസ് എന്താണ്? ബിയറിഷിലേക്ക് നോക്കുന്നതായിരിക്കും. നമ്മൾ പ്രൈസ് ബുള്ളിഷിലേക്ക് പോകുമ്പോൾ നമ്മൾ ബിയറിഷിലേക്ക് നോക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അനാലിസിസ്, നമ്മുടെ ട്രേഡ് ഇതെല്ലാം തെറ്റും. നമ്മൾ വലിയൊരു ലോസിലേക്കായിരിക്കും എപ്പോഴും കൊണ്ടിരിക്കുക, പ്രോഫിറ്റിലേക്കല്ല. പക്ഷേ ഇവിടെയൊക്കെയാണ് നമ്മൾ ചെറിയ ചെറിയ ലോസ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് വലിയ വലിയ പ്രോഫിറ്റുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ട്രെൻഡിനെ പിടിക്കുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് അൺടിൽ ഇറ്റ്സ് ബെൻഡ്. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ട്രെൻഡിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. നിങ്ങൾ പല മെൻറ്റേഴ്സ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. പ്രൈസ് ഒരു ഹൈ നിൽക്കുമ്പോൾ സെല്ലെടുത്താൽ ഭയങ്കര സിമ്പിളാണ്, അവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ. ഈ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇതാണ് നിങ്ങളുടെയൊക്കെ പ്രോബ്ലം. പ്രൈസ് ബുള്ളിഷിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ വലിയ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടി വരും. പല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാം. ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാതെ ചെറിയത് എടുത്തിട്ട് അതനുസരിച്ച് ആ POI ഫെയിൽ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. ഇവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് എടുക്കാൻ വേണ്ടി ഇവിടെയൊക്കെ ട്രേഡ് എടുത്ത ആൾക്കാരുടെയൊക്കെ അവസ്ഥ, സിറ്റുവേഷൻ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. പ്രൈസ് ഇത്രയും, അതായത് 2022 മുതൽ പ്രൈസ് എന്ത് ചെയ്യുക, 2025 വരെ പ്രൈസ് ഇങ്ങനെ ബുള്ളിഷിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് കിട്ടാതെ വരും. ഇങ്ങനത്തെ മൂവ്മെൻറ്റ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഫിറ്റിൽ പോകില്ല. എപ്പോഴും ട്രെൻഡ് എങ്ങാടാണോ ആ ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഈ ഒരു റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ രണ്ട് സൈഡിലേക്കും ട്രേഡ് എടുക്കുക. വീണ്ടും പ്രൈസ് ആ ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ബുള്ളിഷ് കറക്റ്റായിട്ടാണ് നമ്മൾ അനാലിസിസ് ചെയ്ത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് വരണം. മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിലൊക്കെ നമ്മൾ അത്രയും ഇത് ഫ്രീ ആയിട്ട് നമ്മൾ ഈ അനാലിസിസ് വീഡിയോ എല്ലാവർക്കും കിട്ടാൻ വേണ്ടി എടുക്കണേ. കറക്റ്റായിട്ടാണ് അവിടെ പറഞ്ഞു തരുന്നത്. എന്നിട്ട് സെല്ലിലേക്ക് എടുക്കട്ടെ. ചില ആൾക്കാർ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരാളല്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. $15,000 ലോസിലാണ് നിൽക്കുന്നത്. $25,000 അത് ഏകദേശം 350 ഇട്ടിരിക്കുന്നതാണ്, 3350. ഈ ഒരു പൊസിഷനിലാണ്, മനസ്സിലായോ? കഴിഞ്ഞ മാസത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടുന്ന് സെല്ലിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ പറയാം, എന്തായാലും അത് നിങ്ങൾ ഹോൾഡ് ചെയ്ത് വെക്കണമെങ്കിൽ നിങ്ങളുടെ എന്തായാലും ഫുൾ വാഷ് ഔട്ട് ആവും. നിങ്ങൾ കറക്റ്റായിട്ടൊന്നും വേണം. പ്രൈസ് ഇങ്ങോട്ട് വന്നു, അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ, പക്ഷെ ക്ലോസ് ചെയ്യുന്നില്ല. എന്ത് സംഭവിച്ചു? ഫുൾ വാഷ് ഔട്ടായി. അവർ ഇനി ഒരിക്കലും ട്രേഡിലേക്ക് വരില്ല. അപ്പോൾ ഇത് അവരുടെ പ്രോബ്ലം അല്ല. പല വീഡിയോസിലും പല മെൻറ്റേഴ്സൊക്കെ കാണിച്ചു തരുന്നതും പിന്നെ നമ്മൾക്കും വളരെ സേഫായിട്ട് ആ ചെറിയ സ്റ്റോപ്പ് ലോസ് ഏറ്റവും ഹൈയിൽ നിന്ന് താഴത്തേട്ട് വന്നിന് പ്രൈസ് ബിയറിഷിലേക്ക് നിങ്ങൾക്ക് ഇത് അറിയാൻ പാടില്ലാതെയാണ് നിങ്ങളിങ്ങനെയുള്ള ട്രേഡുകൾ ചെയ്യുന്നത്. അപ്പോൾ അറിയാൻ പാടില്ലാതെ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി എവിടെ ടാർഗറ്റ് വെക്കുക, അവിടെ സെല്ലിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ സെല്ലിട്ട് കിട്ടിയ ആൾ എന്ത് ചെയ്യണം? വീണ്ടും പ്രൈസ് കയറിപ്പോയി, വീണ്ടും സെല്ലിട്ട് കയറിപ്പോയി. എന്ത് ചെയ്തിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ക്ഷമ എന്താ, അദ്ദേഹത്തിൻ്റെ ഇമോഷൻസൊക്കെ ആകെ നെഗേഡായി അദ്ദേഹം ട്രേഡിങ് അതിന് നിർത്തിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ ട്രെൻഡ് അനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 സീറ്റ് അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആളുകൾ മാത്രം മെസ്സേജ് ചെയ്യുക. അതേപോലെ നമ്മൾ ഈ മെസ്സേജ് ചെയ്യുന്ന ആൾക്കാരെയൊന്നും ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. അത് ഒരുപാട് പേര് എന്നോടത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അപൂർവമൊക്കെ ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴായിട്ട് ഒട്ടും ചെയ്യുന്നില്ല. ചെയ്യാത്ത വരുന്നല്ല എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇടും. പല ആൾക്കാരും ജോലി തിരക്കിലേക്ക് ചെയ്യണം. പക്ഷേ ഞാൻ നിങ്ങളുടെ നമ്പർ, എന്നെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ ഞാൻ സേവ് ചെയ്യുന്നില്ല. എൻ്റെ കോഴ്സ് എടുത്ത ആളുകളുടെ മാത്രമേ ഞാൻ നമ്പർ സേവ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ച് നിങ്ങൾക്കൊരു റിപ്ലൈ തരാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ്, ക്ഷമിക്കണം. അതുകൊണ്ട് എൻ്റെ ഇപ്പോൾ നമ്മുടെ വാട്സാപ്പിനൊരു ചെറിയ പ്രോബ്ലംസ് വന്നു. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മെറ്റാ ട്രേഡ് ഇപ്പോൾ തരുന്നില്ല. അത് പോട്ടെ. അപ്പോൾ നമുക്ക് വാട്സാപ്പിൻ്റെ ചാനൽ ഇപ്പോൾ ആക്റ്റീവ് അല്ല, അതുകൊണ്ട് എൻ്റെ നമ്പർ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമാണ് Sinu07FX എന്ന് പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു പബ്ലിക് ചാനലുണ്ട്. അവിടെ ആയിരിക്കും നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരുന്ന കോഴ്സിൻ്റെ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മാത്രം മെൻഷൻ ചെയ്യുക. ഒരുപാട് പേര് നേരത്തെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ മാസം നമ്മൾ കണ്ടു പ്രൈസ് നല്ല ബുള്ളിഷിലാണ് നിൽക്കുന്നത് അല്ലേ. ഗോൾഡ് നല്ല ബുള്ളിഷിലാണ് നിൽക്കുന്നത്. നമുക്ക് വീക്ക് നോക്കാം, കഴിഞ്ഞ വീക്ക് എന്താ സംഭവിച്ചു.
കഴിഞ്ഞ വീക്കല്ല 3 വീക്കായിട്ട് പ്രൈസ് എന്താണ് നല്ല ബുള്ളിഷിലാണ്. അപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നല്ല ബുള്ളിഷിൽ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതായി ഹൈ ബ്രേക്ക് ചെയ്തോ പ്രൈസ് എവിടം വരെ പോകാൻ സാധ്യതയുണ്ട്, $150 വരെ പ്രൈസ് മൂവ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ $150 മൂവ് ചെയ്ത് കഴിഞ്ഞു പ്രൈസ്, അതും കഴിഞ്ഞ് വീണ്ടും ബുള്ളിഷിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഒരു പുൾ ബാക്ക് വന്നായിരുന്നു ഇവിടെ നിന്ന്. പക്ഷേ ഈ ഒരു നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മേജർ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു IFC ക്യാൻഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രീവിയസ് ലോവൽ, അത് ഈ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത സമയത്ത് ഇതൊരു മേജർ ഹൈ അല്ല, എന്നാൽ ഇത് നല്ലൊരു ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് ഇവിടെ വന്നായിരുന്നെങ്കിൽ ഒരു പുൾ ബാക്ക് ഉണ്ടായേനെ. പക്ഷേ ഇവിടെ ഒന്നും വന്നില്ല. ഇവിടെയൊക്കെ വരുന്ന IFC ക്യാൻഡിലൊന്നും ചിലപ്പോൾ ഒരു റിയാക്ഷൻ തരും. സ്ട്രോങ് ആയിട്ട് നിന്നു 2-3 ദിവസം പ്രൈസ് ഇവിടെ നിർത്തി, പക്ഷേ പ്രൈസ് തിരിച്ച് കയറിപ്പോയി. കഴിഞ്ഞ മൺഡേ നടന്നത് ശരിക്കും പ്രൈസ് ബുള്ളിഷിലേക്ക് പോയി, ട്യൂസ്ഡേ ബുള്ളിഷ് പോയി, വെനസ്ഡേ തേഴ്സ്ഡേ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുത്തു, വീണ്ടും പ്രൈസ് ഡേയിൽ കയറി വരും. പക്ഷേ ഈ പുൾ ബാക്ക് എടുത്ത് വന്നപ്പോൾ ഞാൻ ഓർത്ത് ഈ ഡേയുടെ ഐഡിയം എടുക്കുമായിരുന്നു. ഐഡിയം എടുക്കണമെങ്കിൽ അടിപൊളിയായിരുന്നു പറഞ്ഞാൽ സൂപ്പറായിരുന്നു. പക്ഷേ ഈ ഡേയുടെ ഒരു ഓർഡർ ഫ്ലോയിൽ നിന്നാണ് പ്രൈസ് കയറിപ്പോയത്. ഇതിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്തു. അപ്പോൾ പ്രീവിയസ് ഹൈ വരെ പ്രൈസ് നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് വീണ്ടും ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കൂടുതൽ. അപ്പോൾ വേറെ സംഭവമൊന്നുമില്ല, ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യും മിക്കവാറും നാളെയോ മറ്റന്നാളെയോ ആയിട്ട് നമുക്ക് മൺഡേയിലത്തെ നോക്കാം. അപ്പോൾ നമുക്ക് ബുള്ളിഷിൽ തന്നെയാണ്, ബുള്ളിഷിലേക്ക് കിട്ടുന്ന സാധ്യതകളെല്ലാം എടുക്കാം. ബിയർഷിലേക്ക് ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ 4 ഹവറിൻ്റെ OB 4 ഹവറിൻ്റെ നോക്കും, 4 ഹവറിൻ്റെ ഒരു OBയിലുണ്ട്, ഡേയുടെ ഓർഡർ ഫ്ലോയിലുണ്ട്, 4 ഹവറിൻ്റെ ഡിസിഷൻ OBയിലുണ്ട്, 1 ഹവറിൻ്റെ OBയിലുണ്ട്. ഇതല്ല ഇവിടെ പ്രൈസ് നിന്നിട്ട് നമുക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂസ് നമ്മൾ ആ ഫെഡിൻ്റെ ന്യൂസിൽ നമ്മൾ പ്രൈസ് കയറിപ്പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രൈസ് ഈ ലിക്വിഡിറ്റി എടുത്ത് ഈ POയിൽ വന്ന് ടച്ച് ചെയ്ത് പ്രൈസ് തിരിച്ച് കയറിപ്പോയി. ആ ലിക്വിഡിറ്റി എടുത്ത് വീണ്ടും പ്രൈസ് ഇവിടെ തന്നെ എത്തി. പിന്നെ അതിനുശേഷം പ്രൈസ് കയറേണ്ടതായിരുന്നു, പ്രൈസ് കയറിയില്ല. എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തു ഒരുവിധം ബൈ ഒക്കെ വന്നു. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബൈ ആണ് ഈ വന്നിരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് മൂവ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ബൈയേഴ്സ് കയറുന്നില്ല, വോളിയം ഇല്ല. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇട്ടിരിക്കുന്ന ഓർഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, അത് ലിക്വിഡേറ്റ് ചെയ്ത് കളയും. ലിക്വിഡേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വീണ്ടും ഒരു സെല്ലെടുത്തുക, ഈ ഓർഡേഴ്സ് ഓൾറെഡി പ്രോഫിറ്റ് എടുത്ത് കളയും. ഈ പ്രോഫിറ്റ് എടുക്കുമ്പോഴത്തേക്ക് എന്ത് ഈ ഓർഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഓർഡേഴ്സ് അവിടെ കഴിഞ്ഞു. പിന്നെ അപ്പോഴത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇത് സെല്ലിടും. അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും കൊടുത്തിരിക്കുന്ന എച്ച് ഫണ്ട് കമ്പനികളുടെ റീറ്റെയിൽസിൻ്റെ നമ്മളെപ്പോലെയുള്ള ട്രേഡേഴ്സിൻ്റെയൊക്കെ ലിക്വിഡിറ്റി ഇവിടെ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷന് കിട്ടി. വീണ്ടും ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ നിന്ന് പ്രൈസ് കയറാൻ നോക്കി, വീണ്ടും പ്രൈസ് തിരിച്ചു വന്നു, വീണ്ടും ലിക്വിഡിറ്റി എടുത്തു. 2 വട്ടമാണ് പ്രൈസ് ലിക്വിഡിറ്റി എടുത്ത. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് ഇവിടെ സ്ട്രോങ് ലിക്വിഡിറ്റിയാണ്, ഒരു ബോഡി ബ്രേക്കാണ്. അപ്പോൾ പ്രൈസ് ഇനിയും വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ വരില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പറഞ്ഞ്, ഇപ്പോൾ ഇത് ഇൻസൈഡ് ആണ്, എന്നാലും നമുക്ക് ഒരു 50 പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഹൈ ബോഡി ബ്രേക്ക് കിട്ടിയാണെങ്കിൽ കയറിപ്പോയാൽ. പക്ഷേ പ്രൈസ് വീണ്ടും ഇത് സംഭവിച്ചു, സ്ട്രോങ് അല്ലാഞ്ഞത് കൊണ്ട് തന്നെ വീണ്ടും ഇത് ലിക്വിഡേറ്റ് ചെയ്ത് പ്രൈസ് തിരിച്ചു. പക്ഷേ ഇവിടെ പ്രൈസ് എടുത്തിരിക്കുന്നത് നല്ല ലിക്വിഡിറ്റി ഗ്രാബാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് പ്രൈസ് കയറി പോകുന്നത്. ഇവിടെ നിന്ന് പ്രൈസ് കയറിപ്പോൾ ഇനി ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ പ്രൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്യാം, എന്നാലും കയറാനുള്ള സാധ്യത തന്നെയുള്ളത്. സെല്ലിലേക്ക് നോക്കാനായിട്ട് ഞാൻ പറയില്ല, സെല്ലിലേക്ക് നോക്കാനുള്ള പൊസിഷൻ ഞാൻ എടുത്ത് പറയാറുണ്ട്. സെല്ലിലേക്കും ബൈയിലേക്കും നോക്കാം. സെല്ല് മാത്രമാണെങ്കിൽ സെല്ല്, ഇപ്പോൾ ബൈ മാത്രം, ബൈയുടെ പൊസിഷൻ ഇപ്പോൾ ഇവിടെ നിന്ന് ബൈ എടുത്തവർക്ക് ആദ്യത്തെ ഒരു പ്രോഫിറ്റ് എടുക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ആ പ്രൈസ് ഇനിയും ഇറങ്ങി വരാം. എന്തുകൊണ്ടെന്ന് എനിക്ക് ഈ ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായ പ്രൈസ് ഇറങ്ങി വരാനുള്ള സാധ്യത, അത് ഈ ഹൈ എടുത്തിട്ട് തന്നെ ഇറങ്ങി വരാനുള്ള സാധ്യത അത് കറക്റ്റായിട്ട് വന്നു. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തി ഇപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രൈസ് താഴേക്ക് വരുമെന്ന്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. അത് ഡേയുടെ ആ ഐഡിയം എടുക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പ്രൈസ് ഇവിടെ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് കയറിപ്പോയി. ഫ്രൈഡേ ഈ രീതിയിലാണ് നിൽക്കുന്നത്. ഇനിയും നിങ്ങൾക്ക് ബൈൻ്റെ നിങ്ങൾക്ക് തന്നെ 50 മിനിറ്റ് ഇൻറ്റേണലി, അതേപോലെ സെക്ഷൻ സീപ്പ്, പ്രീവിയസ് ഡേയുടെ ലോ, ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം, ട്രേഡിൽ കയറാവുന്നതാണ്. അപ്പോൾ ബൈ മാത്രം നോക്കുക. അടുത്ത ആഴ്ചത്തെ ഒരു മൂവ്മെൻറ്റ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ബിയറിഷിലേക്കുള്ള POയിലൊക്കെ നമുക്ക് നല്ല റിയാക്ട് ചെയ്ത് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ സെല്ല് പറയുന്നുള്ളൂ. അതുവരെ നമ്മൾ ഈ പറയുന്ന POയിൽ നിന്നൊക്കെ എല്ലാം ബൈ എടുക്കുക. 50 മിനിറ്റ് കാണിച്ചില്ല, 50 മിനിറ്റിൻ്റെയും കൂടി കാണിക്കുക. എൻ്റെ 50 മിനിറ്റിൻ്റെ സ്ട്രക്ചർ ഈ രീതിയിലാണ് നിൽക്കുന്നത്. 50 മിനിറ്റ് ഐഡിയം എടുത്തിട്ടാണ് പ്രൈസ് കയറിയിരിക്കുന്നത്. ഇപ്പോൾ 681 കയറിയിരിക്കുന്നത്. അപ്പോൾ 1 ഹവറിൻ്റെ ക്യാൻഡിൽ 680 മേലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 700 വരെ വീണ്ടും പ്രൈസ് പോവുക. 700 ബ്രേക്ക് ശരിക്കും നമ്മുടെ പ്രൈസ് ഇവിടെ നിന്നൊക്കെ തന്നെ കയറി പോകേണ്ടതായിരുന്നു കേട്ടോ. ഈ ഒരു ക്യാൻഡിൽ തന്നെ മുമ്പ് ഈ 700 മേൽ 1 ഹവറിൻ്റെ ക്യാൻഡിലേക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാഞ്ഞത് കൊണ്ടാണ്, 680 മേലെ ഓപ്പൺ ചെയ്ത് 700 മേലെ ഓപ്പൺ ചെയ്യാഞ്ഞത് കൊണ്ടാണ് പ്രൈസ് താഴേക്ക് പോകുന്നത്. ആ ഹൈയും ലോയും ലിക്വിഡേറ്റ് ചെയ്ത് 2 സൈഡിലേക്കും പോയി. ഇപ്പോൾ സെല്ലിട്ട് നിൽക്കുന്നവനും പണി കിട്ടി, ബൈയിട്ട് നിൽക്കുന്നവനും പണി കിട്ടി, ആർക്കും ഒന്നും കിട്ടിയില്ല അല്ലേ. പ്രൈസ് വീണ്ടും താഴേക്ക് വന്നത്. അപ്പോൾ ഈ 700 മേൽ പ്രൈസ് ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു ടാസ്ക്കാണ്. ഇപ്പം ഇനി 1 ഹവറിൻ്റെ ക്യാൻഡിൽ ഈ 680 മേൽ 1 ഹവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ വരുമ്പോൾ 700 മേൽ 1 ഹവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ഈ ഹൈ ബ്രേക്ക് ചെയ്ത് 730 വരെ പോകും. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ബൈ കിട്ടണമെങ്കിൽ 700 മേൽ 1 ഹവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുകയും
ഓപ്പൺ ചെയ്യുക മാത്രമല്ല ഈ ഹൈന് എന്ത് ചെയ്യണം, ബോഡി ബ്രേക്ക് ചെയ്യുക. നടന്നു കഴിഞ്ഞാൽ 730, ചിലപ്പോൾ 730 നിന്നും പ്രൈസ് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. 730 എന്ന് പറഞ്ഞാൽ 720 എവിടെ വേണമെങ്കിലും പ്രൈസ് റിയാക്ട് ചെയ്ത് തിരിച്ചു വരാം. അപ്പോൾ 720 കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. എന്താണ് ബ്രിട്ടീഷ് പൗണ്ടിൽ നടന്നത്? നമുക്ക് ഏറ്റവും നല്ലൊരു ഹയർ ടൈം ഫ്രെയിമിൻ്റെ ട്രേഡ് ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു ബ്രിട്ടീഷ് പൗണ്ടിൻ്റെ, അതായത് ഡേ ഇട. നമ്മൾ ഓൾറെഡി വീക്കിലി അനാലിസിൽ പല ആഴ്ചകളായിട്ട് പറഞ്ഞു വന്നതാണ്. പല ആളുകളും എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പെട്ടെന്ന് മൂവ് ചെയ്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. പള്ളിപ്പെരുന്നാളിലായിരുന്നു, കല്യാണത്തിന് പോയിരുന്നു. പക്ഷേ ഇതൊക്കെ നമ്മൾ എന്നോട് റീസൺ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നെക്സ്റ്റ് ട്രേഡ് എടുക്കുക. എന്തിനാണ് നമ്മൾ ഇത്ര റീസൺ പറയുന്നത്? അപ്പോൾ ഈ റീസണൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. എൻ്റെ മുമ്പിൽ വരുന്ന 100 ട്രേഡിൽ ചിലപ്പോൾ 10 ട്രേഡേ ഞാൻ ചെയ്യാറുള്ളൂ. അതായത് 10ൽ ഒരെണ്ണമേ ഞാൻ ട്രേഡ് എടുക്കാറുള്ളൂ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ഈ ട്രേഡ് മിസ്സാകുന്നത് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ട്രേഡ് മിസ്സാകുമ്പോൾ. പക്ഷേ മിസ്സാകുന്നതല്ല, നമ്മുടെ മുന്നിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കും മാത്രം ട്രേഡ്. എന്നാലല്ലേ നമുക്ക് മെൻ്റലി സ്ട്രെസ് ഇല്ലാതെ ആകുള്ളൂ. അയ്യോ എൻ്റെ ട്രേഡ് പോയി, ആ ഒരു പരിപാടിക്ക് പോയത് കൊണ്ടാണ്, അവൻ എന്നെ വിളിച്ചുകൊണ്ട് പോയത്, പള്ളിപ്പെരുന്നാൾ ഉണ്ടായതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ നമ്മളൊരു പബ്ലിക്കിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു വരുന്ന. ഞാൻ ട്രേഡ് ഇട്ടിട്ട് പാർട്ടിക്ക് വരെ പോയിട്ടുണ്ട്, മനസ്സിലായോ? പാർട്ടിക്ക് പോയി മര്യാദക്ക് നിൽക്കാൻ പറ്റില്ല, കല്യാണത്തിന് പോയി മര്യാദക്ക് നിൽക്കാൻ പറ്റില്ല, പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കാൻ പറ്റില്ല, എവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് നല്ലൊരു ട്രേഡ് മാനേജ്മെൻറ്റ് സെറ്റ് ചെയ്തതോടെ എത്ര വലിയ ട്രേഡ് ഇട്ട് കഴിഞ്ഞാലും പക്കയായിട്ട് എനിക്ക് ആ ട്രേഡ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാം. അതെല്ലാം കറക്റ്റ് ചെയ്ത് പബ്ബി വരെ നമ്മൾ പോയിട്ടുണ്ട്, മനസ്സിലായോ? പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല. നമുക്ക് ബ്രേക്ക് ഈവൻ ആയിരിക്കും, ടി പി ആയിരിക്കും, എന്തായിരിക്കും, അതനുസരിച്ചാണ് എൻ്റെ ട്രേഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രേഡ് മാനേജ്മെൻറ്റ് നമുക്ക് മെൻ്റലി നമ്മൾ ഇമോഷൻ നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു പരിപാടിക്കാണ് ഈ ട്രേഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലിയുമായിട്ട് നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പബ്ലിക്കിൽ പോയിട്ട് ആരോടും നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് സമാധാനത്തോടെ നിൽക്കാൻ പറ്റില്ല, അതാണ് മെയിൻ കാര്യം. അപ്പോൾ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പരിപാടിക്ക് വന്നിട്ട് അവിടെ സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ ട്രേഡ് പോകുന്നതിലല്ല, ആ ട്രേഡ് എങ്ങനെ പോയെന്ന് പഠിക്കാൻ നിൽക്കുക. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരുന്ന ട്രേഡ് നിങ്ങളുടെ ബെസ്റ്റ് പെർഫോം നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മന്ത് നോക്കുമ്പോൾ ഒരു ഡോജി ക്യാൻഡിലാണ് ജസ്റ്റ് ഒരു ബിയർഷിൽ നിൽക്കണേണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് വീക്കിൽ 2 ആഴ്ചയായിട്ട് പ്രൈസ് ബുള്ളിഷിലേക്ക് കയറി. തിരിച്ച് നമുക്ക് ഈ വീക്കിൻ്റെ നോക്കുമ്പോൾ ഈ ഹൈയിൽ നിന്ന് ലിക്വിഡിറ്റി ഗ്രാബ് ഇവിടെ എടുത്തായിരുന്നു, അവിടെ നിന്ന് ബുൾ ബാക്ക് എടുത്തു വീണ്ടും. പക്ഷെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ വീക്കിൻ്റെ മന്തിൻ്റെ ബെസ്റ്റ് ഒന്നുമല്ല, ഡേയുടെ എക്സ്ട്രീം ഓബിയിലാണ് നിൽക്കുന്നത്. ഞാൻ ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് പറഞ്ഞത് ഈ പൊസിഷനിൽ വന്ന് ഞാൻ ട്രേഡ് എടുത്തു. പക്ഷേ എൻ്റെ കണ്ണുവരെ എൻ്റെ ബോധം വരെ പോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏകദേശം ആ ഒരു റിയാക്ഷൻ എടുത്ത് പിറ്റേ ദിവസം ഒരു ട്രേഡും കൂടി എടുക്കാമല്ലാന്ന് വിചാരിച്ച് പിറ്റേ ദിവസം എടുക്കാനും പറ്റിയില്ല. ഞാൻ വിചാരിച്ച POയിൽ പ്രൈസ് വന്നില്ല. പ്രൈസ് അവിടെ നല്ലൊരു മൂവ്മെൻറ്റ്സാണ് പോയത്. നോക്കിയേ, ഇപ്പോൾ പ്രൈസ് ഈ വന്നിരിക്കുന്ന ഈ ഒരു ഹൈയിൽ നിന്ന് പ്രൈസ് എവിടം വരെ മൂവ് ചെയ്തു നോക്കിയാൽ 266 പിപ്സ് പ്രൈസ് മൂവ് ചെയ്തു. നല്ല മറ്റേ ബ്രിട്ടീഷ് പൗണ്ടിനെയൊക്കെ സംബന്ധിച്ച് ഒരു മാസം കിട്ടുന്ന മൂവ്മെൻറ്റാണ് 250 പിപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 266 പിപ്പ് എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാൻ ഏകദേശം 30 പിപ്പായിട്ട് എനിക്ക് അവിടെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. 30-40 പിപ്പായിട്ട് എടുത്തു തോന്നുന്നു. ഒരെണ്ണത്തിൽ ഇപ്പോഴും റണ്ണിങ്ങിൽ കിടക്കുന്നുണ്ട്. അത് ഞാൻ ഏകദേശം 70% പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. നെക്സ്റ്റ് ഞാൻ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിക്കോബിയുടെ ഇവിടെയാണ്. അപ്പോൾ അത് മൂവ് ചെയ്ത് എനിക്ക് ഇവിടം വരെയൊക്കെ മൂവ് ചെയ്യിക്കണമെന്നുണ്ട്. പക്ഷേ അവിടേക്ക് ഇനി എത്ര ദിവസം കൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു പൊസിഷനിൽ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഇങ്ങനെ നിന്നിട്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം 4 hour എന്ത് സംഭവിച്ചെന്ന്. 4 hour OB-യൊക്കെ എല്ലാം ഫെയിലായി. ഡേയുടെ ആ ഒരു ഇത്, അതായത് പ്രൈസ് എല്ലാം ബിൽഡപ്പ് ആയിരുന്നു. ആ ഒരു OB-യിൽ വേറെ എല്ലാം ഫെയിൽ ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ നല്ല റിയാക്ഷൻ കിട്ടി. ഇനി നമുക്കൊരു ബൈ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു സ്ട്രോങ് ബൈ തന്നെയാണ്. നിങ്ങൾക്കൊരു പ്രീവിയസ് ഹൈയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോൾഡൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ പ്രൈസ് വീണ്ടും കയറി വരാം. കറൻസിയാണൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് 1 hourലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 1 hourൽ പ്രൈസ് ബിയർ എക്സ്ചേഞ്ച് ഓഫ് കാർട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെയൊക്കെ ഐഡിയ ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും സെല്ലൊക്കെ നോക്കാം കേട്ടോ. സെല്ലിലേക്ക് നോക്കാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ആ 4 hour OB-യിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബൈയിലേക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത്രമേ പറയാനുള്ളത്. നമുക്ക് നേരെ യൂറോ USD വരാം. മന്ത് ഏകദേശം നമ്മൾ ആ ഒരു ബ്രിട്ടീഷ് പൗണ്ടിൽ കണ്ട ക്യാൻഡിൽ പോലെ തന്നെയാണ്. പക്ഷേ ഈ മാസം ഒരു ബുള്ളിഷിലായിരുന്നു. ഈ ഹൈയിൽ വന്ന് പ്രൈസ് മൂവ് ചെയ്തു പോയത്. അതിനുള്ള റീസണാണ് നമുക്കിപ്പോൾ ഡേയിൽ നോക്കുമ്പോൾ പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. ബുള്ളിഷ് ഇനിയിപ്പോൾ ഐഡിയം കിട്ടണമെങ്കിൽ വീണ്ടും ബൈ നോക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് 4 hour എടുക്കാം. 4 hourലാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഓൾറെഡി ബുള്ളിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് തന്നിരിക്കുന്നത്. 4 hourൻ്റെ ഐഡിയം വരുന്നത് ഈ ഒരു പൊസിഷനിലാണ്. ഇവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ തന്നെ നോക്കാം. പ്രൈസ് ബുള്ളിഷാണ്, അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബൈ തന്നെ നോക്കാം.
ഇപ്പോൾ 1 അവറിലാണെന്നുണ്ടെങ്കിൽ 1 അവറിൻ്റെ OB-യിലൊക്കെ പ്രൈസ് വരും. 1 അവറിൻ്റെ സ്ട്രക്ചർ ഇവിടെ ഒന്നുമില്ല, പിന്നെ ഇൻറ്റേർണലൊക്കെ നോക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ബൈയും തന്നെ നിങ്ങൾക്ക് ബൈ നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് സെല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രീവിയസ് ഹൈയോ ലോയൊക്കെ തന്നെ നിങ്ങൾ അതായത് നിങ്ങൾ സെല്ല് കിട്ടുകയാണെങ്കിൽ ഒരു പ്രീവിയസ് ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. ഓസ്ട്രേലിയൻ ഡോളർ മന്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ ബുള്ളിഷാണ്, വീക്കിൻ്റെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ബിയറിഷാണ്. വീക്കിൻ്റെ ഈ ഒരു പൊസിഷനിൽ നിന്നാണ് ഇനിയും പ്രൈസ് കയറി വരാട്ടെ. ഈ വീക്ക് ഓപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടൈം സെല്ല് നോക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ നല്ലൊരു സിങ് ട്രേഡ് എല്ലാവരും എടുക്കുന്നത്, നമുക്ക് ഏറ്റവും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നതാണ് സിങ് ട്രേഡിലൊക്കെ. ഇങ്ങനെ പ്രോഫിറ്റ് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, നല്ല രീതിയിൽ സന്തോഷം വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരുമ്പോൾ പ്രൈസ് ഡേയുടെ ഐഡിയം എടുക്കണമെങ്കിൽ എഗെയിൻ ബൈ, അത്രമേ പറയാനുള്ളൂ. ഡേയുടെ ഐഡിയം എടുത്ത് ഇവിടെ നിന്ന് ബൈ, പിന്നെ ഇവിടെ OB ഒന്നും ഇല്ല, പിന്നെ ഈ ഒരു OB-യിൽ അവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ലോങ് ടൈം ബൈ. 4 അവറിൻ്റെ OB ബൈയിൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയും വേണ്ടത്, ബൈ കിട്ടുന്ന പൊസിഷനിൽ ബൈ എടുക്കുക. വീക്കിൻ്റെ പൊസിഷനിൽ നിന്ന് നിങ്ങൾ സെല്ല് നോക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഈ ഒരു പൊസിഷനൊക്കെ ലിക്വിഡേറ്റ് ചെയ്ത് നിൽക്കണേണ്. അപ്പോൾ നിങ്ങൾക്ക് സെല്ല് കിട്ടുന്ന പൊസിഷനൊക്കെ സെല്ല് എടുക്കുക. പരമാവധി ഈ വീക്കിൻ്റെ ആ ഒരു OB ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ലോങ് ടൈം ഒരു സെല്ല് നോക്കുക. അല്ലാത്തത് ഒരു ബൈയും സെല്ലൊക്കെ എടുക്കണമെങ്കിൽ ഫസ്റ്റ് പ്രീവിയസ് ഹൈയും ലോയും തന്നെ ടാർഗറ്റ് ഇറങ്ങുക. അപ്പോൾ എല്ലാവരും ഈ ഒരു വീക്ക് നല്ല പ്രോഫിറ്റിലാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നല്ല രീതിയിൽ നിങ്ങൾ ട്രെൻഡിനനുസരിച്ച് മാത്രം ട്രേഡ് എടുക്കുക. നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ട്രേഡ് എടുക്കാതിരിക്കുക. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് ആ കൺഫ്യൂഷൻ മാറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ട്രേഡിലേക്ക് കയറുക. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്കും അടിപൊളിയായിട്ട് പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.